ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിരാവിലെ മഞ്ഞത്ത് കൂടി മൂന്നാൾ പോവാണ് മക്കളെ. ഉമ്മത മുന്നേ നയിക്കുന്നുണ്ട് നമ്മളെ, ചക്കരത പിന്നാലെ വരുന്നുണ്ട് കുടുങ്ങിയിട്ട്. ഫയലൊക്കെ എടുത്തോ? അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാലേ, കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നു. പിന്നെ ബ്ലഡും തൈറോയിഡൊക്കെ ചെക്ക് ചെയ്യാൻ ചക്കരനെ കൊണ്ട് ലാബിൽ പോയത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെടുത്ത് തന്നെ പിറ്റേന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിന് ശേഷം അത് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് അത് പോയി കളക്ട് ചെയ്തു. അപ്പോൾ ഇന്ന് പോകണം എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എങ്ങോട്ടാണ്? യെസ്, അതെ, ഇന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പോകണമെന്ന് പറയുമ്പോൾ രാവിലെ 8 മണിക്കാണ് പോകുന്നത്. ഏത് ഹോസ്പിറ്റലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, വള്ളുവനാട് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അപ്പോൾ വള്ളുവനാട് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് പോയിട്ട് അന്നെടുത്ത സ്കാന് കാര്യങ്ങളൊക്കെ, പിന്നെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ, ചെക്കിങ്ങിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ കാണിക്കണം. പിന്നെ ഇന്നിപ്പോൾ വേറെ സ്കാനിങ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവും, എന്താ അറിയില്ല, ചിലപ്പോൾ സ്കാനിങ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമ്മൾ 3 നാളുണ്ട്. അപ്പോൾ അളിയൻ വന്നിട്ടില്ല, അളിയുടെ പിന്നെ 1-2 പണി ജോലി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അളിയ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 3 നാളും കാറിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ 8 മണിയായി. എത്ര മണിക്ക് ഡോക്ടർ വരിക? ഡോക്ടർ പ്രതീക്ഷിക്കണ്ട, 10 മണിയാവും. ഡോക്ടർ 10 മണിയാവില്ലേ? നമ്മൾ എത്ര നേരത്തെ പോയത്? അത് 2 ആഴ്ച മുന്നേ ബുക്ക് ചെയ്താൽ ഇപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഡോക്ടർ എത്ര മണിക്കാണ് വരിക ചക്കരെ? ഡോക്ടർ 10-10:30 ആവൂല്ലേ? ഞാനിപ്പോൾ നമ്മളെത്ര നേരത്തെ പോയാൽ അത്രയും ആദ്യം നേരത്തെ കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഡെലിവറി കേസോ എന്തായാലും അർജന്റ് വന്ന പോലെ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ എത്രയും വേഗം പോകുന്നു അത്രയും വേഗം നമ്മൾ കാണിച്ചിട്ട് വരാം. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ പോവാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നടക്കങ്ങോട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ കാറിൽ കയറിയതാ 3 നാൾ കൂടി പോവാണ്. അപ്പോൾ ചക്കരോടുണ്ട്, ഉമ്മ ബേക്കലുണ്ട്. ഇനിയിപ്പോൾ ആൾക്കാർ ചോദിക്കും, ഉമ്മ എന്താ ഉമ്മാനെ മുന്നിരുത്തി, അത് ചക്കരനെ മുന്നിരുത്തി ചോദിക്കും. ഇനി ചക്കരനെ ബേക്കിരുത്തി ചോദിക്കും, എന്താ നിങ്ങള് പിന്നെ മാപ്പിളയും കിട്ടിയോനും പിന്നെ പെട്ടോളും അല്ലേ മുന്നിരുത്താത്ത, എന്താ ചക്കരനെ ഉമ്മാനെ എന്തിനാ മുന്നിരുത്താ? കുഴപ്പമുണ്ടോ? അല്ല, ഇനിയിപ്പോ ഒരു പണി ചെയ്യാം. ഈ മുന്നത്തെ സീറ്റ് എന്താക്കുക, 2 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റായിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് 2 ആളും കൂടി ഇരുന്നോളി, അല്ലെങ്കിൽ മടിയിൽ ഇരുന്നോളി, അതായാലും മതി. അത് നടക്കുള്ളൂ. ഇനി പണി തിരിച്ചു വരുമ്പോ ഉമ്മ ഇരുന്നോട്ടോ. എന്തമ്മ ഇല്ല ഇപ്പൊ പറഞ്ഞപ്പോ ബേക്കും കേക്കൂലേ? അങ്ങനെ പറഞ്ഞാല് ഇല്ല, ഞാൻ ചെവിയുമ്പോത്തി കണ്ണടച്ചോണ്ട് അപ്പൊ ഞാൻ കേക്കൂലല്ലോ ഒന്ന്. അപ്പൊ ആലോചിച്ചിട്ട് പറഞ്ഞത്. ഇപ്പൊ ചക്കരക്ക് ഭയങ്കര മറതിയാണ് ഗൈസ്. ഇപ്പൊ വേറെ രസമല്ല, പിന്നെ ഇങ്ങനെയൊക്കെ പോകുമ്പോ ക്ഷമ പഠിച്ചു ഞാൻ കുറെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേത് കാറിൽ കയറിയാല് 8-10 എറിഞ്ഞിട്ട് സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് കേസ്. ഇപ്പോ ചക്കനൊക്കെ ആയിട്ട് പോകുമ്പോ വളരെ മെല്ലെ തന്നെ പോവാനും പറ്റുള്ളൂ. ഒക്കെ ഇതിന്റെ ഒരു ഭാഗങ്ങളാണ്. കൊറേ ഉണ്ടോ? അതാണ് അല്ലാതെ മുൻചാട്ടത്തിനല്ല. അതാണ് അപ്പൊ മുൻചാട്ടത്തിനല്ല, ചാടല് പാടില്ല. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഒക്കെ നോക്കി അതല്ല, അത് ആ ചാട്ടല്ല, അത് ആട്ടാണ്, അത് ചാട്ടല്ലത്. അതിന് ആട്ട് എന്താ പറഞ്ഞു? 6-5 മണിക്ക് നീച്ചുന്ന ആൾക്കാരാണ്. ആ നീച്ച് ചായയും കടി ഉണ്ടാക്കി കുടി കഴിഞ്ഞാലും ഇവര് നീച്ചിട്ടുണ്ടായില്ല. ഉണ്ടാവില്ലല്ലേ? അപ്പൊ നമുക്ക് ദേഷ്യം വരില്ലേ? അപ്പൊ എന്താണെന്നറിയാമോ, രാവിലെ പട്ടച്ചൂട്ട് കത്തിച്ച പാവാട പൊന്തിച്ചിട്ടുണ്ട്. അടുപ്പത്ത് നല്ല വിറക് കൊള്ളിണ്ടാവും. പഠിക്കലേ ഇനി ഇപ്പൊ ഈ വർഷാണ് ഞാൻ ഫ്രീ ആവണത്. അത് ആലോചിക്കണം. കഴിഞ്ഞാ 7 മണിയാകുമ്പോഴത്തെ നീക്കണു, കോളേജിൽ പോകണു. എന്താ ആലോചിച്ച് രാവിലെ കിടക്കണ പെണ്ണുങ്ങളുണ്ടല്ലോ, കുടിയിൽ നെറുകതിന്നില്ല, ഒരു വർക്കത്തുണ്ടാവില്ല. അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. രാവിലെ നീച്ച് പെണ്ണുങ്ങള് മുറ്റടിച്ച് എല്ലാ പണിയും കഴിഞ്ഞ് ഉള്ളിൽ കയറി പിന്നെ പണി ചായയും കടി ഉണ്ടാക്കി. അങ്ങനത്തെ കുടിയിലാണ് ബർക്കത്തും റഹ്മത്തും ബർക്കത്തും ചൊരിയുള്ളൂ എന്നാണ് കേസ്. അല്ലാത്തവരും ഉണ്ടായില്ല.
ഉണ്ടാവൂല. അപ്പൊ ചക്കര ഇനി പോലെ നേരത്തെ നീക്കാൻ കേട്ടല്ലോ. പിന്നെ അങ്ങനെ പഠിപ്പിച്ചിരിക്കണം കേട്ടോ. ആ പഠിപ്പ് ഇന്നത്തെ വരെ ഞാൻ എത്തിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചങ്ങൾ തീച്ചൂല. നിങ്ങള് വർഗം പോയി. അതല്ല, ഞങ്ങള് വർഗം പോയി. നിങ്ങളുടെ ഉമ്മ ദീപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ ചെയ്യണം. ചെയ്യലുണ്ട്. നിങ്ങൾ നിങ്ങള് തീച്ചില്ല. ചെയ്യലില്ല. നിങ്ങള് നിങ്ങള് ചെയ്യലില്ല. പിന്നെ ഞാൻ വിളിച്ച എന്നാ ഓലിക്ക് വേണമെങ്കിൽ നേരത്തെ തീച്ചു. ഓലിക്ക് എങ്ങോട്ടേലും പോണെന്നുണ്ടെങ്കിലോ അല്ല ടൂറ് പോണെന്നുണ്ടെങ്കിലോ സുബൈക്ക് നീച്ചിട്ട് ഒരുങ്ങും. അത്ര തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ കുടിയിൽ ഒറ്റക്ക് കിടക്കുകയാണെങ്കിൽ നീച്ചല്ല. നിശ്ചയില്ല നമ്മ പറഞ്ഞ കേസ്. അപ്പൊ ഏതായാലും നിങ്ങൾ തല്ലൂടണ്ട. ഓക്കെ. അപ്പൊ ഏതായാലും ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കണം. ചന്ത ഉണ്ടായിരുന്നല്ലോ അന്ന് ചന്തണ്ടായിരുന്നു. ഇന്ന് അറിയണല്ലോ. ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പൊ വാണിയംകുളം എത്തിയിട്ടുണ്ട് കേസ്. അത് അമ്മ ചന്തന്റെ കാര്യം പറഞ്ഞു. ഓക്കെ. അപ്പൊ ഏതായാലും ബാക്കി ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് കാണാം. നമ്മുടെ പൂജക്കുട്ടിനെ കിട്ടും. ഓക്കെ. അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. നിങ്ങള് ഇവിടെ ഇറങ്ങിക്കോളി. ഞാനേ വണ്ടി പാർക്ക് വെച്ചിട്ട് ഞങ്ങൾ വെറുതെ നടക്കണ്ടല്ലോ. നമ്മുടെ ബുക്കിംഗ് എത്ര? ബുക്കിംഗ് നമ്മളത് 22 ഉമ്മ. 22. അപ്പോൾ 8:38 നമ്മൾ എത്തിയിട്ടുണ്ട്. ഉമ്മതാ പോണു. ചക്കര ഇറങ്ങിക്കോ. ഞാനേ വണ്ടി ഒതുക്കി ചെറുമ്പേക്കുന്ന വണ്ടി ഉണ്ട് കേട്ടോ. നോക്കി ഇറങ്ങിക്കോ. ഫയലുകളൊക്കെ എടുത്തില്ലേ? ഡോറടച്ചോ. ഓക്കെ. അവരിറങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് വരല്ലേ. പിന്നെ വണ്ടി അങ്ങ് ആ സൈഡിലാട്ടോ, അവിടെ പാർക്ക് ചെയ്യണ്. ആംബുലൻസ് ഒക്കെ ആണെങ്കിൽ അങ്ങ് വെഹിക്കലായിട്ട്. അപ്പോൾ വെറുതെ അവരിവിടെ നിന്ന് ഇങ്ങനെ നടക്കണ്ടല്ലോ വെച്ചിട്ടാ. മക്കളെ അങ്ങനെ ലിഫ്റ്റില് കേറി പണി കിട്ടിട്ടോ. കുടുങ്ങിന്ന് വിചാരിച്ച്. ഗൈസ് ഒന്നുമില്ല, കറണ്ട് പോയിരിക്കാണ്. കറണ്ട് പോയാല് ലിഫ്റ്റ് അങ്ങനെ നിന്നു. ചക്കര ഒരു പേടിച്ചമ്മ. അതാ ഡോക്ടറെ കണ്ട് ഇറങ്ങിയ വഴിക്ക് ലിഫ്റ്റില് കയറി താഴത്തേക്ക് വരാൻ. ലിഫ്റ്റ് നിന്ന് മക്കളെ കറണ്ട് വന്നു കേട്ടോ. കറണ്ട് വന്നിട്ട് ലിഫ്റ്റ് തുറന്നപ്പോ ഇറങ്ങി. വീണ്ടും ഇറങ്ങിയത് വന്ന 1ാം നിലയിൽ തന്നെ. അത് ചക്കര നോക്കണേ. അല്ല കേറിയ ആൾക്കാരനെ താഴെ കേറിയ ആൾക്കാരോ? അങ്ങനെ തന്നെ സ്റ്റക്കായി നിന്നതേ. പോവേ കറണ്ട് പോയവരൊക്കെ പേടിച്ചു. മറ്റേ ദിലീപിന്റെ സിനിമയിലെ കാര്യം അല്ല ലിഫ്റ്റിന്റെ ഉള്ളിൽ കുടുങ്ങും വിചാരിച്ചു. ഫോണില്ലാതായിട്ട് കേട്ടോ. ഭാഗ്യം കേട്ടോ. അപ്പൊ തന്നെ കറണ്ട് വന്നു. കോണിപ്പടിയൊക്കെ തുടങ്ങണ്ടേ. ഓക്കെ. അപ്പോൾ നമ്മൾ കൊണ്ടുപോയ ഷുഗറിന്റെ തൈറോയിഡിന്റെ റിസൾട്ട് ഒക്കെ കാണിച്ചു. പിന്നെ അതുപോലെ തന്നെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു ഒന്ന്. അപ്പോൾ ആ ഒരു സ്കാനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടി. ഒക്കെ അതേ ഈ ഫയലിലുണ്ട്. അപ്പോൾ ഞാനിത് കാർ എടുക്കാൻ വന്നിരിക്കാണ് കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പോൾ കാർ എടുക്കാൻ വന്നിരിക്കണം. അപ്പോൾ ഉമ്മാനെ ചക്കരനെ നടത്തണ്ട വിചാരിച്ചിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. നല്ല വെയിലും ചൂടും അല്ലേ. അപ്പോൾ ഞാനിതേ കാർ എടുത്തുകൊണ്ട് അവരെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇൻഷാല്ലാ ബാക്കിയൊക്കെ വീടെത്തിയിട്ട് റിസൾട്ടിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഏതായാലും വീട്ടിലോട്ട് പോട്ടെ. ഓക്കേസ് അങ്ങനെ വരും വഴി തന്നെ നമ്മൾ പിന്നെ ഫുഡ് വാങ്ങി ഇറങ്ങിട്ടോ. കാരണം രാവിലെ പോയതും കൊണ്ട് ഉമ്മയും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വീട്ടിൽ ഫുഡ് വെച്ചില്ല. അപ്പോൾ സമയം 12:30 മണിയായി. അപ്പോൾ ഇനി പോയിട്ട് ഫുഡ് വെക്കലും പിന്നെ കഴിക്കണതൊക്കെ ആകെ ലേറ്റാവും. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിതേ ഇവിടെ കോതർശി തന്നെ പിന്നെ ബിരിയാണി കട ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബീഫ് ബിരിയാണി വാങ്ങാൻ വേണ്ടി നിർത്തിക്കണം. അപ്പോൾ ഫുഡ് വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകാം. ഓക്കെ ഗൈസ്, അങ്ങനെ സ്കാനിങ് ഒക്കെ ചെയ്തു. റിസൾട്ടൊക്കെ പിന്നെ കിട്ടി. ഒക്കെ കാണിച്ചു ഡോക്ടർ. പിന്നെ കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് എന്താ പറഞ്ഞത് ചക്കരെ? മെയിനായിട്ട് പറയാ അതിൽ ഡോക്ടർ എന്തൊക്കെ കണ്ടിട്ട് പറഞ്ഞത്? വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? ഓക്കെ. അപ്പോൾ സ്കാനിങ്ങിലുള്ളതെന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഡോക്ടർ പറഞ്ഞത് ഒക്കെ നോർമൽ തന്നെയാണ്. കുട്ടിയുടെ വളർച്ച കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ ഓക്കെ ആയിട്ട് തന്നെ പോവുകയാണ്. പിന്നെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സ്കാനിങ് എടുക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിൽ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോർമൽ ഒരു ഈ ഒരു പീരീഡിലുള്ള ഈ ഒരു ടൈമിലുള്ള കുട്ടിക്ക് വയറ്റിലുള്ള കുട്ടിക്ക് ഉണ്ടാവുന്ന അതേ കാര്യം തന്നെ സിംറ്റംസ് തന്നെയൊക്കെയാണ് ഉള്ളത്. വേറെ അല്ലാതെ പേടിക്കാനോ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം അതൊക്കെ കേട്ടപ്പോൾ. അതായത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അപ്പോൾ ഇനി എന്നാണ് അവിടെ ചെല്ലാൻ പറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ ചക്കര ഇനി ചെല്ലാൻ പറഞ്ഞ്? 3 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച ആ ഒരു ടൈം പീരീഡിലായിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നും ഇതേപോലെ തന്നെ ഒരു സ്കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊരു മേജർ സ്കാനിങ് ആയിരിക്കും അതെന്നും പറഞ്ഞു. അപ്പോൾ ഏതായാലും അത് കുറച്ച് ഇതാണ്, ഒരു
ടെൻഷനുള്ളതാണത്. അപ്പോൾ അതിലും ഒന്നും വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ പിന്നെ ഈ ഒരു കാര്യം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കും വരെ നമ്മുടെ മനസ്സിൽ ആ സ്റ്റേജ് കടന്നു പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും എങ്ങനെയാണ്. അല്ലാത്തവർക്ക് പിന്നെ അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരതെങ്ങനെ ആ രീതിക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റേജ് തുടങ്ങി അവസാനം വരെയും അത് നമുക്കത് എന്താണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി, നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രമാത്രം അതിന് ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ തരണം ചെയ്യണം എന്നൊക്കെ ഈ ഒരു സ്റ്റേജ് കടന്നു പോയവർക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്കിപ്പോൾ ഇതൊരു എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ മുന്നേയൊക്കെ ഇങ്ങനെയുള്ള ഒരാൾക്കാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതെനിക്കെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, എനിക്കായാലും ചക്കരയ്ക്കായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇത് എനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും ഒരു കുഴപ്പമില്ല, റാഹത്താവട്ടെ, എല്ലാം മംഗളമായിട്ട് നടക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ട് പിന്നെ കുടിയിരിക്കൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ബാക്കിയൊക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ അല്ലേ ചക്കര? അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പോൾ എല്ലാം അതിൻ്റേതായ വഴിക്ക് റാഹത്തായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷത്തിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ. അസ്സലാമു അലൈക്കും.